Welcome to BSc Main Physics, Semester 6, Paper 2, Nuclear and Particle Physics, Nuclear Reactions, Continuation. And today, the topic is Nuclear Reaction Cross-Section, class number 28. BSc Main Physics, Nuclear Physics. The topic of discussion today is Nuclear Reaction Cross-Section. Nuclear Reaction Cross-Section. To understand the nuclear reaction cross-section, see the following diagram. Figure. You see the diagram here. Figure represents a metal sheet. A metal sheet like aluminum or gold, and at one side it is of very small thickness dx. The sheet is of very small thickness dx. At one side there is incident flux, incident particles. N number of particles are incident. N incident particles, or we call it as incident flux. And in the right side, the other side, there is scattered flux. Scattered number of particles. Here N particles are incident and N minus dN particles are scattered, emerges out. N minus dN particles emerges out from the slab, a metallic slab, and area of the slab we represent as A. അപ്പോൾ ഇത് ഒരു മെറ്റാലിക് ഷീറ്റാണ്, അലൂമിനിയം ഷീറ്റാണ്, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിലാണ്. ഒരു സൈഡിൽ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ്, അതിനെയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്, ഇൻസിഡൻറ്റ് ഫ്ലക്സ് എന്നെഴുതും. ഇപ്പുറത്ത് സ്കാറ്റേഡ് പാർട്ടിക്കിൾസാണ്, അതിൻ്റെ എണ്ണം കുറയും. കാരണം സ്കാറ്റേഡ് പുറത്തേക്ക് വരുന്നതിൻ്റെ എണ്ണം കുറയും, കാരണം കുറച്ച് പാർട്ടിക്കിളിനെ ഈ ഷീറ്റ് സ്കാറ്റർ ചെയ്ത് കളയും. അപ്പോൾ കുറച്ച് എണ്ണം മാറിയിട്ട്, ഡി എൻ എണ്ണം മാറിയിട്ട് എൻ മൈനസ് ഡി എൻ പാർട്ടിക്കിൾ മാത്രമേ സ്ലാബിൽ നിന്ന് പുറത്തേക്ക് എമർജ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ എൻ മൈനസ് ഡി എൻ, ലെഫ്റ്റ് സൈഡിൽ എൻ എന്ന് കാണിക്കും. ആ ഷീറ്റിൻ്റെ ഏരിയ, ഈ പാർട്ടിക്കിൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഏരിയ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് എന്താണ് ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. നമുക്ക് nuclear reaction cross-section, scattering cross-section. Nuclear reaction cross-section is a quantity that measures the probability of nuclear reaction, probability that a nuclear reaction will occur. Nuclear reaction cross-section is a quantity that measures the probability that a nuclear reaction will occur. But nuclear reaction സംഭവിക്കാനുള്ള സാധ്യതയെ പ്രതിപാദിക്കുന്ന ഒരു ടേമാണ് ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കാനുള്ള അതിൻ്റെ പ്രോബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ് ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് മെഷേഴ്സ് ദ പ്രോബിലിറ്റി ദാറ്റ് എ ന്യൂക്ലിയർ റിയാക്ഷൻ വിൽ ഒക്കർ. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ക്രോസ് സെക്ഷൻ ഗീവ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ഹൗ പ്രോബിൾ ദ റിയാക്ഷൻ ഈസ്. ഇപ്പോൾ റിയാക്ഷന് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി, അതാണ് ഈ ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ടേം നമുക്ക് തരുന്നത്. While considering reactions, it can be assumed that every nucleus inside the target offers an effective area sigma for the interaction. While considering reactions, it can be assumed that every nucleus inside the target offers an effective area sigma for the interaction. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കിളും ഇൻസിഡൻ്റ് ആകുന്ന സമയത്ത് ആ ന്യൂക്ലിയസ്, ആ മെറ്റലിനകത്തുള്ള ന്യൂക്ലിയസ് ഒരു പ്രത്യേക ഏരിയ ഓഫർ ചെയ്യും, എഫക്റ്റീവ് ഏരിയ ഓഫർ ചെയ്യും, സിഗ്മ. അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ പതിക്കുമ്പോൾ ടാർഗറ്റ് ന്യൂക്ലിയസ് ഒരു എഫക്റ്റീവ് ഏരിയ കൊളീഷന് വേണ്ടി ഓഫർ ചെയ്യും. ആ ഏരിയയെ നമ്മൾ സിഗ്മ എന്ന് മാർക്ക് ചെയ്യും. വെൻ എ ബീം ഓഫ് ഇൻകമ്മിങ് പാർട്ടിക്കിൾ സ്ട്രൈക്സ് ദി ടാർഗറ്റ്, ദ പ്രൊജക്ടൈൽ മസ്റ്റ് ഹിറ്റ് ദി എഫക്റ്റീവ് ഏരിയ. പാർട്ടിക്കിൾ വന്ന് കൊള്ളുമ്പോൾ, ഇപ്പോൾ ന്യൂട്രൽ പാർട്ടിക്കിൾ ആണെങ്കിൽ അത് വന്ന് ഒരു ന്യൂക്ലിയസിൽ കൊള്ളുമ്പോൾ ആ ന്യൂക്ലിയസ് അത് ടാർഗറ്റാണ്, ഒരു എഫക്റ്റീവ് ഏരിയ സിഗ്മ ഓഫർ ചെയ്യും, സ്മോൾ സിഗ്മ. ദിസ് എഫക്റ്റീവ് ഏരിയ ഓഫ് ദി ടാർഗറ്റ് പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് ഇൻട്രാക്ഷൻ ക്രോസ് സെക്ഷൻ. ഈ ചെറിയ ഏരിയ സിഗ്മയെ വിളിക്കുന്ന പേരാണ് ഇൻട്രാക്ഷൻ ക്രോസ് സെക്ഷൻ.
ആ ഇൻട്രാക്ഷൻ ക്രോസ് സെക്ഷൻ നമ്മൾ എങ്ങനെ വിളിക്കുന്നു നോക്കൂ. ക്രോസ് സെക്ഷൻ പെർ ന്യൂക്ലിയസ്, ക്രോസ് സെക്ഷൻ പെർ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാക്ഷൻ ക്രോസ് സെക്ഷൻ പെർ ന്യൂക്ലിയസ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ. അതിന് കൂടെ നമ്മൾ മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ പറയും. സോ ക്രോസ് സെക്ഷൻ പെർ ന്യൂക്ലിയസ് സ്മോൾ സിഗ്മ ആൻഡ് ഓൾസോ വാട്ട് ഈസ് മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ. ഈ സ്മോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഹോളായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മാക്രോസ്കോപ്പി കിട്ടുന്നത്. ദ നമ്പർ ഓഫ് സർവൈവിങ് പാർട്ടിക്കിൾസ് n ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഇൻക്രീസിങ് സ്ലാബ് തിക്നെസ്. അതായത് n പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്താൽ സ്ലാബിൽ വന്ന് പതിച്ചാൽ ഇൻസിഡൻ്റ് ആയാൽ പുറത്തേക്ക് വരുന്നത് n-d ആണ്. അപ്പോൾ ഈ ഡിക്രീസിനെ കാണിക്കുക, അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ഇല്ലാതെ പുറത്തേക്ക് വരും, അത് എക്സ്പോണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യുന്ന കാണാം. തിക്നെസ് വെച്ചിട്ട് ഡിക്രീസ് ചെയ്യുന്ന കാണാം. സ്ലാബിന് തിക്നെസ് വെച്ചിട്ട് തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന പാർട്ടിക്കിളുടെ എണ്ണം കുറയും. ദെൻ ക്രോസ് സെക്ഷൻ പെർ ന്യൂക്ലിയസ് ഈസ് കോൾഡ് മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ സിഗ്മ. അപ്പോൾ ഇൻട്രാക്ഷൻ ക്രോസ് സെക്ഷൻ ഒരു ന്യൂക്ലിയസ് മാത്രം കൊടുക്കുന്ന ആ ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്മോൾ സിഗ്മയെ ഇൻട്രാക്ഷൻ ക്രോസ് സെക്ഷൻ ഓർ ക്രോസ് സെക്ഷൻ പെർ ന്യൂക്ലിയസ്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ. If n is the number of nuclei per unit volume, then the product capital sigma is equal to n small sigma is called macroscopic cross section. ഇത് നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. If n is the number of nuclei per unit volume, then the product capital sigma is equal to small sigma is called macroscopic cross section. അപ്പോൾ മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷനും മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷനും തമ്മിലുള്ള റിലേഷനാണ് capital sigma is equal to small n into small sigma. The relation between microscopic cross section and macroscopic cross section is capital sigma is equal to small n into sigma, where small n is the number of target nucleus in unit volume. Macroscopic cross section capital sigma has the dimension of length, or it is length raised to minus 1. Length raised to minus 1 and dimension 1 by length. Again, capital sigma is 1 by lambda, where lambda is a mean free path. ഈ ക്യാപിറ്റൽ സിഗ്മയെ നമ്മൾ 1/λ എന്ന് എഴുതും. ലാംഡയെ വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. അപ്പോൾ ക്യാപിറ്റൽ സിഗ്മ n സ്മോൾ സിഗ്മയാണല്ലോ. therefore n small sigma is 1/λ, that is sigma is equal to 1/n-λ, and that is the expression for microscopic cross section. Small sigma is equal to 1/λ is the expression for microscopic cross section. So the question may be like this: explain nuclear collision cross section. ഇപ്പോൾ കംപ്ലീറ്റ് എഴുതുക. ഈ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന നോട്ട് കൊണ്ട് എഴുതുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ കൊളീഷൻ ക്രോസ് സെക്ഷൻ ഓർ വാട്ട് ആർ microscopic and macroscopic cross sections. What are microscopic and macroscopic cross section? You remember, small sigma is the microscopic cross section and capital sigma is the macroscopic cross section. Now another short answer from this topic. Radioisotope. Though it is not mentioned in the syllabus, it is a repeated question. Repeated radioisotope. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഒരു പാർട്ടാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. radioisotopes, mention any 4 radioisotopes. അപ്പോൾ സാധാരണ ഐസോട്ടോപ്പിൽ നിന്ന് വ്യത്യാസമുള്ളതാണ് റേഡിയോഐസോട്ടോപ്പ്. റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഐസോട്ടോപ്പുകളെ വിളിക്കുന്ന പേർ റേഡിയോഐസോട്ടോപ്സ്. അത് പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഴ്സിലാണ് നിർമ്മിക്കുക. ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ റിയാക്ഷൻ, അതിലൂടെയാണ് ഇത് നിർമ്മിക്കുക. സോ യു സീ റേഡിയോഐസോട്ടോപ്സ്, മെൻഷൻ എനി 4 radioisotopes.
ഏതെങ്കിലും 4 റേഡിയോഐസോട്ടോപ്പിൻ്റെ പേര് കൂടി പറയുക. റേഡിയോഐസോട്ടോപ്സ് ആർ ഐസോട്ടോപിക് elements produced by artificial transmutation. ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ മൂലം ഉണ്ടാക്കുന്ന ഐസോട്ടോപ്പുകളെയാണ് നമ്മൾ റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. റേഡിയോ ഐസോട്ടോപ്സ് ആർ ഐസോട്ടോപിക് elements produced by artificial transmutation. They are chemically identical with the element. ഇപ്പോൾ എലമെൻറ്റുമായിട്ട് കെമിക്കലായിട്ട് എലമെൻറ്റ്സ് സ്റ്റേബിൾ ഐസോട്ടോപ്പ് വളരെ സ്റ്റേബിൾ ഐസോട്ടോപ്പുകളുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് ഈ റേഡിയോ ഐസോട്ടോപ്പ്. ആൻഡ് ദേ ആർ അൺസ്റ്റേബിൾ. ഈ ഐസോട്ടോപ്പുകൾ അൺസ്റ്റേബിളാണ്, റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്, അതുകൊണ്ട് അൺസ്റ്റേബിളാണ്. ദേ ആർ അൺസ്റ്റേബിൾ ടു അണ്ടർഗോ ഡിസൻറ്റഗ്രേഷൻ വിത്ത് സ്മോളർ ഹാഫ് ലൈഫ്സ്. ഇപ്പോൾ സ്മോളർ ഹാഫ് ലൈഫ്സിൽ ഇവ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് പുതിയ പുതിയ ഐസോട്ടോപ്പുകൾ ഉണ്ടാകും. നെക്സ്റ്റ് an important thing, more than 60 radioisotopes are found to exist in nature. റേഡിയോ ഐസോട്ടോപ്പുകൾ തന്നെ 60 എണ്ണത്തോളം പറയാറുണ്ട് നമ്മൾ. എപ്പാർട്ട് ഫ്രം ദീസ് about 1900 others have been produced by different methods in the laboratory. അപ്പോൾ റേഡിയോ ഐസോട്ടോപ്പ് പ്രധാനമായിട്ട് 60 ഉണ്ട്, അതില്ലാതെ 1900 1900 റേഡിയോ ഐസോട്ടോപ്പുകൾ, അതിൽ കൂടുതൽ, ഇപ്പോൾ അതിൽ കൂടുതൽ ആകും ഐസോട്ടോപ്പുകൾ ലബോറട്ടറിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദീസ് ഐസോട്ടോപ്സ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ഐസോട്ടോപ്സ് സിൻസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ലബോറട്ടറി. ആർട്ടിഫിഷ്യൽ മെത്തേഡിൽ ലബോറട്ടറിയിൽ ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. ദി ഐസോട്ടോപ്സ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ഐസോട്ടോപ്സ് since they are produced in the laboratory and not a natural occur. ഇപ്പോൾ റേഡിയോ ഐസോട്ടോപ്പ് നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യത്തില്ല, നമ്മളത് റേഡിയോ ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റി ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഉപയോഗിച്ച് ലാബിലാണ് ഇവയെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The use of radioisotopes, use of radioisotopes. But number of use ആയിട്ടോ radioisotopes number of use ആണ് ഇമ്പോർട്ടൻറ്റ്. use of radioisotopes in medicine. Number 1 in medicine. മെഡിസിനിലാണ് ഏറ്റവും കൂടുതൽ റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നത്. റേഡിയോ ഐസോട്ടോപ്സ് ആർ യൂസ്ഡ് ഫോർ ബോത്ത് ഡയഗ്നോസിസ് ആൻഡ് ക്യൂർ. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, റേഡിയോ അയോഡൈൻ ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഓവർ ആക്ടിവിറ്റി ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അതിൻ്റെ ഓവർ ആക്ടിവിറ്റി അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ റേഡിയോ ആക്റ്റീവ് അയോഡിൻ ഉപയോഗിക്കാറുണ്ട്, റേഡിയോ ഐസോട്ടോപ്പ് അയോഡിൻ ഉപയോഗിക്കാറുണ്ട്. നമ്പർ 2, ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഏതാണെന്ന് നോക്കി, ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ റേഡിയോ കോബാൾട്ട് ആൻഡ് റേഡിയോ ഗോൾഡ് ആർ യൂസ്ഡ്. ഇപ്പോൾ റേഡിയോ കോബാൾട്ടും റേഡിയോ ഗോൾഡ് ഉപയോഗിക്കാറുണ്ട്, അതെല്ലാം ആർട്ടിഫിഷ്യൽ റേഡിയോ ഐസോട്ടോപ്പുകളാണ്. ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ റേഡിയോ കോബാൾട്ട് ആൻഡ് റേഡിയോ ഗോൾഡ് ആർ യൂസ്ഡ്. റേഡിയോ കോബാൾട്ട് 60 ഈസ് കോൾഡ് പൂർ മാൻസ് റേഡിയം. ഇപ്പോൾ റേഡിയോ ഗോൾഡ് അല്ലെങ്കിൽ റേഡിയം പോലെയുള്ള ചികിത്സ കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്നാൽ റേഡിയോ കോബാൾട്ടിന് അത്രയും വലിയ കോസ്റ്റ് ഇല്ല, അതുകൊണ്ട് റേഡിയോ കോബാൾട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ കോബാൾട്ട് 60 വിളിക്കുന്ന പേരാണ് പൂർ മാൻസ് റേഡിയം. ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ റേഡിയോ കോബാൾട്ട് ആൻഡ് റേഡിയോ ഗോൾഡ് ആർ യൂസ്ഡ്. റേഡിയോ കോബാൾട്ട് 60 ഈസ് കോൾഡ് പൂർ മാൻസ് റേഡിയം. Gamma rays emitted from them will kill cancerous cells. ഇപ്പോൾ ക്യാൻസറസ് സെൽസ് നീക്കം ചെയ്യാനായിട്ട് ഈ റേഡിയോ കോബാൾട്ട് 60 നിന്ന് വരുന്ന ഗാമ റേസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ലൈറ്റ് കൊടുക്കുക എന്ന് പറയും, ലൈറ്റ് അടിക്കുക എന്നൊക്കെ നമ്മൾ ഈ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയും, മലയാളത്തിൽ പറയും. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പോൾ ലൈറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് റേഡിയേഷൻ തെറാപ്പിയാണ്. ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പിയിൽ ഈ കോബാൾട്ട് 60 റേഡിയേഷൻ ഗാമ റേസ് ഉപയോഗിക്കാറുണ്ട്. Number 3, for the treatment of skin diseases and blood diseases,
റേഡിയോ ഫോസ്ഫറസ് ബെസ്റ്റ് സ്യൂട്ടഡ്. അപ്പോൾ ഈ ത്വക്ക് രോഗങ്ങളും അതുപോലെ രക്തദൂഷ്യമൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് റേഡിയോ ഫോസ്ഫറസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു ടെക്നിക്കുണ്ട്, പെറ്റ് ടെക്നിക്, പൊസിഷൻ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയും. പെറ്റ് ടെക്നിക്, പൊസിഷൻ എമിഷൻ ടോമോഗ്രാഫി. In PET, position emission tomography, radio isotopes such as 6C11 is employed. ഇപ്പോൾ പെറ്റ് ടെക്നിക്കിൽ, അതായത് പോസിറ്റീവ് എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയും. പെറ്റ് ടെക്നിക്കിൽ ഈ കാർബൺ ഐസോട്ടോപ്പ് 6C11 ഉപയോഗിക്കാറുണ്ട്. അത് റേഡിയോ ആക്റ്റീവാണ്. ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് ദി ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൻ്റെ ഉൾഭാഗം പഠിക്കുന്നതിന് വേണ്ടി പെറ്റ് ടെക്നിക്കിൽ ഈ 6C11 എന്ന് പറയുന്ന റേഡിയോ കാർബണാണ് ഉപയോഗിക്കുന്നത്. ഇൻ ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ, റേഡിയോ ഐസോട്ടോപ്സ് ആർ യൂസ്ഡ് ഫോർ വെറൈറ്റി പർപ്പസസ്. അപ്പോൾ ഈ വ്യവസായത്തിലും അതുപോലെ കൃഷിയിലും റേഡിയോ ഐസോട്ടോപ്പുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഗിവ് എ നോട്ട് ഓൺ റേഡിയോ ഐസോട്ടോപ്സ്. റേഡിയോ ഐസോട്ടോപ്സിൻ്റെ ഒരു നോട്ട് പറയുക. പിന്നെ ഒരു പരീക്ഷയുടെ ഈ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നു BSc. അത് മാറ്റി 2013 ക്വസ്റ്റ്യനാണിത്. അത് കഴിഞ്ഞിട്ട് ഈ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ രീതിയായിട്ട് മാറ്റി. ആ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്ന കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണിത്. ഇത് 2013 2013 ക്വസ്റ്റ്യനാണ്. അന്ന് മൾട്ടിപ്പിൾ ചോയ്സ് മോഡലായിട്ട് ആദ്യം ഒരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഹാസ് ദി സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ഏരിയ, എനർജി, പവർ, ലെങ്ത്. നമ്മൾ പഠിച്ചാൽ ലെങ്ത് റൈസ്ഡ് -1 ആണ് അതിൻ്റെ പിന്നെ ഡയമെൻഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത് റൈസ്ഡ് -1 ഒന്നുമില്ല, ആ ക്വാണ്ടിറ്റി മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻ വരുന്നത്? ആസ് ദാറ്റ് ഓഫ് ലെങ്ത്, L raised to -1. So the answer is D. That is all with your 28th lecture. We continue our class. And with the next class, this chapter will be over. Thank you very much.